ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണൻ എന്ന് പറയുന്ന മനസാക്ഷിയില്ലാത്ത ഒരു അനിയനായി മാറിയിരിക്കുകയാണ് ആ വ്യക്തി. എല്ലാവരുടെയും മനസ്സും വേദനിപ്പിച്ച് എല്ലാവരുടെയും ചിന്തകളെയെല്ലാം ഒരുപാട് വേദനകളിലേക്ക് നയിക്കുന്ന ആ ഒരു സ്വഭാവത്തോടെ കണ്ണൻ എല്ലാവരുടെയും മനസ്സിൽ നോവായിക്കൊണ്ടിരിക്കുന്നു. കണ്ണൻ പറഞ്ഞ ഓരോ വാക്കുകളും എല്ലാവരുടെയും നെഞ്ചിലേക്ക് പിച്ചാത്തിക്ക് തുല്യമായി തുളഞ്ഞു കയറിയിരിക്കുക. കണ്ണൻ പറഞ്ഞത് വേറൊന്നുമല്ല, കണ്ണൻ്റെ അവകാശമേ ഇല്ലാണ്ട് ഇവിടുന്ന് പോകില്ല എന്നുള്ളൊരു രീതിയിലാണ്. എന്തായാലും ബാലൻ ഇതിനകത്ത് ഒന്നും തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. ആ ബാലനാണെങ്കിൽ നീറി ഇരിക്കുമ്പോഴാണ് ദേവി ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ബാലൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ബാലനോട് ചോദിച്ചു, എന്താ ഇത്, നമ്മളിനി എന്ത് ചെയ്യും ബാലേട്ടാ, കണ്ണൻ എന്താ ഇങ്ങനെ ആയി പോയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ബാലന് വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ പറ്റുന്നില്ല. ബാലൻ പിന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കഴിയുമ്പോഴാണ് അനിയന്മാരോട് പറയേണ്ടതായിരുന്നു എന്ന് പറയുന്നത്. അത് ആ സമയത്ത് പറഞ്ഞാൽ ഇത്രയും പ്രശ്നം ബാലൻ ഒരു പക്ഷേ നേരിടേണ്ടി വരില്ല. അങ്ങനെ ബാലൻ അനിയന്മാരോട് കണ്ണൻ്റെ കാര്യം പറയാതിരുന്നത് തെറ്റായി പോയി എന്നുള്ള ഒരു ഇതുമായിട്ട് ഇങ്ങനെ ദേവിയോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ഇനിയിപ്പോൾ അവരിതിനെ എങ്ങനെ ഉൾക്കൊള്ളും, അതായത് അപ്പുവും അഞ്ജുവും ഒക്കെ ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതാണ് അടുത്ത പ്രശ്നമായിട്ട് വരുന്നതെന്നുള്ള കാര്യം നമ്മുടെ ദേവി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അപ്പുവും അഞ്ജുവും എന്തായാലും ഇതിനെ വൈകാരികമായിട്ടൊന്നും കാണാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ദേവി പറഞ്ഞു. പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ അവരോട് നമുക്കൊന്നും പറയാനും പറ്റില്ല എന്നുള്ള കാര്യങ്ങളും പറയുക. കാരണം അവരും ഇതുപോലെ അവകാശങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. പക്ഷേ കണ്ണൻ ഇപ്പോൾ ഈ ചെയ്തതുപോലത്തെ ഒരു നന്ദികേടോ അല്ലെങ്കിൽ ഒരു മര്യാദകേടൊന്നും ഒരിക്കലും ശിവനോ അല്ലെങ്കിൽ ഹരിയോ ചെയ്യില്ലെന്നും പറയില്ലെന്നും ആ ഒരു വിശ്വാസത്തിൽ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു. അതെല്ലാം കഴിഞ്ഞു. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അപ്പു നേരെ ദേവിയെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ ദേവിയെ കാണാൻ ചെന്ന് ദേവിയോട് പറഞ്ഞു, അതെ ദേവേടത്തി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ്റെ കാര്യമാണെന്നും കണ്ണൻ ഇപ്പോൾ ഈ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും അതുകൊണ്ട് തന്നെ കണ്ണൻ പറഞ്ഞതുപോലെ കണ്ണൻ്റെ അവകാശങ്ങൾ കണ്ണന് കൊടുക്കുന്നതിന് മുൻപ് കാര്യങ്ങളെല്ലാം വ്യക്തമായി അന്വേഷിക്കണമെന്ന് ബാലേട്ടനോട് പറയണമെന്നുള്ള കാര്യങ്ങളും നമ്മുടെ അപ്പു ഇങ്ങനെ പറയുക. ഒരിക്കലും അവൻ ഈ പറഞ്ഞതൊന്നും സത്യസന്ധമായ കാര്യങ്ങളല്ല എന്നും. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ദേവിക്ക് ഇരട്ടി പേടിയായി. ദൈവമേ, ഈ പറയുന്നതൊക്കെ നേരെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത്. കാരണം കണ്ണൻ്റെ രീതികൾ വെച്ച് നോക്കുമ്പോൾ കണ്ണൻ ആ ഒരു പാതയിലൂടെ മുന്നോട്ട് പോകുന്നത് സത്യമായ കാര്യമാണ്. അങ്ങനെ ആ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ദേവി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അങ്ങനെ എടുത്തിയാടി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പൂ എന്ന് നേരത്തേക്കും ദേവി പറയുകയും ചെയ്തു. കണ്ണനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് നമ്മുടെ അപ്പു അന്നേരം പറയുക. എന്നിട്ട് ഇവരിങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മുടെ ബാലൻ വീട്ടിൽ നിന്ന് നേരെ ശങ്കരമാമയെ കാണാനായിട്ട് പോയി. ശങ്കരമാമയെ കാണാൻ പോയപ്പോൾ ശങ്കരമാമ എന്താണ് വിവരം എന്നറിയാൻ വേണ്ടി ആ ഒരു ഇതിൽ ഓടി വന്നു കിട്ടും. എന്തായാലും അങ്ങനെ വന്ന് കണ്ണൻ്റെ കാര്യങ്ങൾ ഇവർ പരസ്പരം സംസാരിക്കുക. അപ്പോൾ കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ശങ്കരമാമയോട് ബാലൻ പറയുവാണ്. കണ്ണൻ ഇതുവരെ ആ രണ്ടാമത്തെ വിൽപ്പത്രത്തിൻ്റെ കാര്യം വിശ്വസിച്ചിട്ടില്ലെന്നും അതുപോലെ അവന് പൈസയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ വന്നതെന്നും അത് ആകെ പ്രശ്നമാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവൻ എത്ര രൂപയാണ് ബാല ആവശ്യപ്പെടുന്നത് എന്ന് അമ്മാമ്മ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ അവൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല നിർബന്ധം പിടിക്കുന്നത് അമ്മാമ്മേ. സാന്ത്വനം വീടിൻ്റെ അവൻ്റെ വിഹിതം, അതായത് അന്ന് അമ്മ ഈ രണ്ടാമത്തെ പ്രമാണം റെഡിയാക്കുന്നതിന് മുൻപ് ഉണ്ടാക്കി വെച്ചിരുന്ന പ്രമാണത്തിൽ സാന്ത്വനം വീട് അവൻ അവകാശപ്പെട്ടതായിരുന്നു. ആ അവകാശം അവനങ്ങ് കൊടുത്തേക്കാനാണ് അവൻ പറയുന്നത്. അത് അവന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വിൽപ്പത്രത്തിൻ്റെ കാര്യം അവനോട് പറഞ്ഞിട്ട് ജന്മം ചെയ്താൽ അവനത് വിശ്വസിക്കുന്നില്ല. അതെന്താ അമ്മാമ്മ ചെയ്യേണ്ടത് എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ അതും ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അമ്മാമ്മ പറഞ്ഞു, അങ്ങനെ അവൻ പറയുന്നതെല്ലാം കേട്ട് എടുത്തു ചാടി ഒരിക്കലും ആ ഒരു വിൽപ്പത്രം അത് റെഡിയാക്കരുത്, അല്ലെങ്കിൽ അവൻ്റെ പേരിലേക്ക് അത് എഴുതി കൊടുക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അത് ഏറ്റവും വലിയ മണ്ടത്തരായി പോകും ബാല എന്നും പറഞ്ഞുകൊണ്ട് അമ്മാമ്മ ഇങ്ങനെ പറയാം. അമ്മാമ്മയും കൂടെ അത് പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ബാലൻ മൊത്തത്തിൽ ധർമ്മസങ്കടത്തിലായി. ഇതിപ്പോൾ ബാലൻ എന്ത് ചെയ്യുമെന്ന് ബാലനും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അമ്മാമ്മ പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും ഒന്ന് വരട്ടെ, വന്ന് അവനെ കണ്ടെന്ന് സംസാരിക്കട്ടെ. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ അവൻ എന്താ പറയുന്നതെന്ന് നോക്കാം, അതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശങ്കരമാമ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതായിട്ട് ബാലനും ദേവിയും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുക.
അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ അമ്മാമ്മ പറഞ്ഞത്, ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ വീടിൻ്റെ കാര്യം അത് അമ്മാമ്മ താല്പര്യമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. അതുമാത്രമല്ല, അമ്മായി ഇതറിയുമ്പോൾ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകാനും വഴിയുണ്ട്. കാരണം ഒരിക്കലും സാന്ത്വനം വീട് മൊത്തത്തിൽ കണ്ണന് വിട്ടുകൊടുക്കാനൊന്നും അവർ സമ്മതിക്കില്ല. കാരണം അവരുടെ മകൾക്കും കൂടി അവകാശപ്പെട്ടതാണിത്. അതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി അവന് കൊടുക്കാനും അല്ലെങ്കിൽ അവരെ പെരുവഴിയാക്കാനൊന്നും അവരുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും സമ്മതിക്കില്ല ദേവി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നും ചോദിച്ചുകൊണ്ട് അന്നേരം ദേവി ഇങ്ങനെ ബാലനോട് ചോദിക്കുക, എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്നും, എന്താണെങ്കിലും അമ്മാമ്മ വന്ന് കണ്ണനെ കാണാം, സംസാരിക്കാം എന്നൊക്കെയുള്ള ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇവരിയ്ക്കുന്നു. പിറ്റേ ദിവസമായി കണ്ണനെ കാണാനായിട്ട് അമ്മാമ്മ വന്നു. അമ്മാമ്മ വന്നപ്പോഴേക്കും കണ്ണൻ ഒരു കുഴപ്പമില്ല, മാന്യനായി മര്യാദയ്ക്ക് അങ്ങനെ ഇരിക്കുന്നു. കയറി വന്നു. മോനെ കണ്ണ എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുന്നു. വിശേഷമൊക്കെ വലിയേട്ടൻ പറഞ്ഞു കാണില്ലേ, അത് അറിഞ്ഞിട്ടായിരിക്കുമല്ലോ അമ്മാമ്മ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നീ എന്താ കണ്ണ ഇങ്ങനെ ആയിപ്പോയത്, പഴയതൊന്നും നീ മറന്നു പോകരുതെന്ന് പറയുവാണ് നമ്മുടെ അമ്മാമ്മ. നിനക്കും അതുപോലെ നിൻ്റെ ഏട്ടന്മാർക്കും ആരുമില്ലായിരുന്ന സമയത്ത് നിൻ്റെ ബാലേട്ടനാണ് നിങ്ങളെ വളർത്തി വലുതാക്കി ഇത്രമേലാക്കിയത്. അവരെ നീ തള്ളി പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തികളൊന്നും ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് അമ്മാമ്മ ഇങ്ങനെ ഉപദേശിക്കുമ്പോഴേക്കും കണ്ണൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കണ്ണൻ അന്നേരത്തേക്കും തൻ്റെ ആവശ്യങ്ങളെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും നമ്മുടെ ശങ്കരമാമ കാര്യകാരണങ്ങൾ സഹിതം കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും കണ്ണനൊരു കൂസലുമില്ല. കണ്ണൻ എന്നിട്ട് എടുക്കും വഴി പറയുന്നത് വേറൊന്നുമല്ല, അങ്ങനെ അവരെ ഞങ്ങളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളില്ലാത്തതിൻ്റെ ആ ഒരു പ്രശ്നപരിഹാരം എന്നുള്ള രീതിയിലാണ് അവർ എന്നെ വളർത്തിയത്. അതത്ര വലിയ ഔദാര്യമായിട്ടോ അല്ലെങ്കിൽ കരുണയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യവും ഇല്ല. അവർക്ക് കുട്ടികളില്ലാതായതുകൊണ്ട് അവരുടെ കുട്ടിയുടെ സ്ഥാനത്ത് അവരെന്നെ കണ്ടു, അത്രയേ ഉള്ളൂ. അതിന് കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് ഒന്നും അമ്മാമ്മ എൻ്റെ അടുത്ത് ഇറക്കണ്ട. എൻ്റെ ആവശ്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതെനിക്ക് നടത്തി കിട്ടിയേ പറ്റൂ. അതിനപ്പുറം മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ കണ്ണൻ അങ്ങനെ തന്നെ പറയുക. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മാമ്മ വരെ ഞെട്ടിപ്പോയി. അമ്മാമ്മ ചോദിച്ചു, നീ എന്തൊക്കെയാണ് കണ്ണായി പറയുന്നത്? നീ ഈ സാന്ത്വനം കുടുംബത്തിലെ കണ്ണൻ തന്നെയാണോ? അങ്ങനെ അദ്ദേഹം പോലും ചോദിച്ചു പോയി. കാരണം അത്രയ്ക്കും മാറിപ്പോയി കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി. അവൻ്റെ സ്വഭാവം, അവൻ്റെ രീതികൾ, അങ്ങനെ ഉപദേശിക്കാൻ വന്ന നമ്മുടെ ശങ്കരമാമയെ പോലും വേദനിപ്പിച്ചാണ് കണ്ണൻ പറഞ്ഞു വിടുന്നത്. അങ്ങനെ സാന്ത്വനത്തിൽ അഹങ്കാരം കൊണ്ട് അഴിഞ്ഞാടുന്ന കണ്ണൻ്റെ ബിസിനസ് കള്ളത്തരങ്ങളും അതുപോലെ കള്ളക്കളികളുമൊക്കെ നമ്മുടെ അപ്പു കണ്ടെത്തിയത് ദേവിയോട് പറഞ്ഞു. എന്തായാലും കാര്യകാരണങ്ങൾ അറിയാതെ ഒരു നയാ പൈസ പോലും കണ്ണൻ എന്ന് പറയുന്ന പെരുങ്കള്ളന് കൊടുക്കരുത് എന്ന് തന്നെ അപ്പു ദേവിയോട് പറയുക. ഇനിയിപ്പോൾ ദേവി ഇത് ബാലനോട് പറയും. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവരെല്ലാവരും അന്വേഷിച്ചറിയും. ഇതൊക്കെ കണ്ണന് വിനയായിട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഓരോ കഥകളുമൊക്കെ ആയിട്ടാണ് എപ്പിസോഡ് വരുന്നത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.